പ്രസൻസ് ബാക്ക് ടു സ്കൂൾ പ്രൊവൈഡ് ബൈ അക്വാസ്റ്റാർ വാട്ടർ ഫോർ ലൈഫ്. മഴവെള്ള പാത്തികൾ മറ്റെല്ലാം ചുമ്മാ. സിംഗു, ഇന്ന് നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് അറിയോ? കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ സെന്റ് ഗ്രിഗോറിയൽ സെൻട്രൽ സ്കൂളിലെ കൂട്ടുകാരുടെ കൂടെയാണ്. ഇന്ന് ബാക്ക് ടു സ്കൂളിൽ കുറേ പരിപാടികൾ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ താരങ്ങൾ. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് ഓരോന്നായിട്ട് കാണാം അല്ലേ. നേരെ പ്രോഗ്രാമുകളിലേക്ക്. അപ്പോൾ ബാക്ക് ടു സ്കൂളിലെ ആദ്യത്തെ പെർഫോമൻസിലുള്ള ടീം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. അവരുടെ കോസ്റ്റ്യൂമൊക്കെ കണ്ടിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നമുക്ക് ചോദിക്കാം. ഹായ്, ഹലോ, പേരെന്താ? ദീപിക. ദീപിക, ഓ അടിപൊളി പേരാണല്ലോ ദീപിക. അപ്പോൾ ദീപിക, എന്ത് പെർഫോമൻസാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ? ഞങ്ങൾ ഒരു ഫ്യൂഷൻ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഫ്യൂഷൻ ടൈപ്പ് അല്ലേ?
ഓക്കെ, അപ്പോൾ ഒരുപാട് ഏതാ സോങ്സ് ആണോ അതോ ഡാൻസ് ആണോ ഫ്യൂഷൻ ചെയ്യാൻ പോകുന്നത്? സോങ്സ് അപ്പം മിക്സഡ് ആണ്, കുറേ പാട്ടുകളുണ്ട്. ഓ എനിക്ക് വയ്യ. അപ്പോൾ എന്തായാലും കൊച്ചിറ്റിയുടെ കൂട്ടുകാർ അതൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നേരെ നമുക്ക് പെർഫോമൻസിലേക്ക് പോയാലോ? മാനത്തെ പണിവില്ലല്ല, കണ്ണിലേക്ക് വിരുന്നു
അടിപൊളിയായിരുന്നു, സൂപ്പർ. എല്ലാവരുടെയും പേരൊക്കെ ചോദിക്കണമെന്നുണ്ട്, എല്ലാവരുടെയും പേര് തിരക്കണം, ക്ലാസ്സൊക്കെ തിരക്കണമെന്നുണ്ട്. പക്ഷേ ഇത്രയും കൂട്ടുകാരുണ്ടായിട്ട് നമുക്ക് ഒരാളെ സ്പെഷ്യലായിട്ട് ഒരാളെ മാത്രം ചോദിക്കാം അല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഡ്രം സെറ്റ് ചെയ്യുന്ന പയ്യൻ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കയറിയോ? പേര് ചോദിക്കട്ടെ. മോൻ്റെ പേരെന്തുവാ? അജിൽ. അജിൽ. അജിൽ എത്ര പഠിക്കുന്നത്? +1 പഠിക്കുന്നു. ഓ, അപ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ സ്റ്റാർ ആണ്. അജിൽ എത്ര വർഷമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഞാൻ ഇവിടെ സ്കൂളിൽ വെസ്റ്റേൺ മ്യൂസിക്കിന് വേണ്ടി മാത്രം. ഇവിടെ സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്താണോ? ആണോ? ശരിക്കും? അല്ലാണ്ട് പഠിക്കുന്നില്ല? ഇല്ല. ഓ, അതൊരു കഴിവ് തന്നെ അല്ലേ? അപ്പോൾ അവരെ പരിശീലിപ്പിച്ച അവരുടെ അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിനി. രഞ്ജിനി, ഓ വലിയൊരു അവതാരികയുടെ പേരാണല്ലോ രഞ്ജിനി. ഓക്കെ, അപ്പൊ താരമാണ്. പാട്ട് പാടുമോ ടീച്ചറെ? മ്യൂസിക് ടീച്ചറാ. മ്യൂസിക് ടീച്ചറാണ്. അപ്പൊ രണ്ടുപേരും പാട്ട് കേട്ടിട്ട് മുന്നോട്ട് നീങ്ങാം അല്ലേ? അങ്ങനെയല്ല എൻ്റെ റൈറ്റ്സ്? ശരി ടീച്ചറെ, ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ടീച്ചറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സിംഗുവിന് വേണ്ടി. ഓക്കെ, പഠിക്കും. സിംഗുവിന് വല്ല പാട്ടും ഇഷ്ടമുണ്ടോ? സിംഗുവിന് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. കൂടുതലും ചിക്കൻ ഫ്രൈ ആണ് അദ്ദേഹത്തിന് ഇഷ്ടം. എങ്കിലും പാട്ട് കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും പാടാം അല്ലേ? മൗനമേ ശരിക്കും പറഞ്ഞാലേ എനിക്ക് തോന്നിയാണോന്ന് അറിയുന്നില്ല, നമ്മുടെ പ്രിയങ്കരിയായ നമ്മളെ ഇപ്പൊ വിട്ടുപോയ നമ്മുടെ ജാനകിയമ്മയുടെ ഒരു ശബ്ദം എവിടെയോ മിന്നി മറയുന്ന പോലെ അല്ലേ? എനിക്ക് അങ്ങനെ തോന്നി. ശരിക്കും ഗംഭീരമായിട്ട് പാടി ടീച്ചറെ. താങ്ക് യു. സൂപ്പറായിരുന്നു. അതുപോലെ പ്രദീപ് സാറ്, നമസ്കാരമുണ്ട്. പ്രദീപ് സാറ് ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഫുള്ള് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ഇവിടുത്തെ അധ്യാപകൻ. സാർ എത്ര ദിവസം എടുത്ത് ഇതൊന്ന് പരിശീലിപ്പിക്കാൻ കുട്ടികളെ? നമുക്കൊരു how many days? 4 days. 4 days അത്ര എടുത്തിട്ടുണ്ട്. വെറും 4 ദിവസം കൊണ്ട് മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഈ ഒരു ഇനം കൊച്ചു ടിവിയുടെ കൂട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല? ഓ സൂപ്പർ. അപ്പൊ അവർക്കുള്ള സ്നേഹ സമ്മാനം, കൈ നിറയെ സമ്മാനം അവർക്ക് നൽകുകയാണ്. അപ്പൊ അവരുടെ കേട്ടില്ല? സാറും പ്രദീപ് സാറും പാടുമെന്നാണ് പറയുന്നത്. പാടുവോ? പാടും. മുത്തേ നീ ചായുറങ്ങ്, എൻ മാറിൽ ചേർന്നുറങ്ങ്, ആരാരീരാരിരോ ആരാരീരാരിരോ. ഉറങ്ങില്ലേ? ഇത്ര മികവേറിയ അധ്യാപകർ ആണ് കുട്ടികളുടെ വിജയത്തിന്റെ രഹസ്യമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ മനോഹരമായ പ്രകടനത്തിനുള്ള സ്നേഹ സമ്മാനം നൽകുകയാണ് അവരുടെ അധ്യാപകരുടെ കയ്യിൽ. രണ്ടുപേരും ചേർന്ന് വാങ്ങിക്കോളൂ. കുട്ടികൾ കൂടെ വേണ്ടിയാണ് അത് അധ്യാപകരെ ഏൽപ്പിക്കുക അല്ലേ? എല്ലാവരും വിളിച്ചു വായോ 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 വായോ. എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള സ്നേഹ സമ്മാനം നൽകുകയാണ്. നിറഞ്ഞ കയ്യടി എല്ലാവരും ചേർന്ന്. സൂപ്പർ. കൊച്ചു ടി വി പ്രസൻസ് ബാക്ക് ടു സ്കൂളിൽ വീണ്ടും ഒരു കിടിലം പെർഫോമൻസുമായിട്ട് അടുത്ത ടീം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. സിംഗു, അടുത്തത് ക്ലാസിക്കലാണ്. ഇപ്പൊ പാട്ടൊക്കെ പാടി ഭയങ്കര ഡാൻസുകളൊക്കെ ആയിരുന്നല്ലോ സിംഗു. ഇനി അടുത്തതൊരു ക്ലാസിക്കൽ പെർഫോമൻസ് ആണ്. നമുക്കൊന്ന് പരിചയപ്പെടാം അവരെ. ഹായ്, പേരെന്തോ? മോളുടെ പേരെന്തുവാ? ഋതുപർണ. ഓ, ഡാൻസുകാർക്കൊക്കെ കൂടുതൽ ഇടുന്ന പേരല്ലേ ഋതുപർണ അല്ലേ? അടിപൊളി പേരാണ്. എത്ര പഠിക്കുന്നേ? 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഋതുപർണയുണ്ട്. അടുത്തത് ആരാണ്? പേരെന്തുവാ? അവന്തിക. എത്ര പഠിക്കുന്നേ? 4th സ്റ്റാൻഡേർഡിൽ അല്ലേ? അർഹ. ഓ നൈസ് നെയിം. എത്ര പഠിക്കുന്ന വാവേ? 3rd അല്ലേ? 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എനിക്ക് വയ്യ. ഓ, ആ കോസ്റ്റ്യൂമൊക്കെ കണ്ടാൽ അറിയോ തകർക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഇവിടെ. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഇനി ഒന്നും പറയുന്നില്ല, നേരെ പെർഫോമൻസിലേക്ക്.
കല്യാണ രാമ കല്യാണ രാമ രഘുരാമ രാമ കല്യാണ രാമ രഘുരാമ രാമ കനകമകുട മരഗജ മണിലോല ഹാര ദശരഥ ബാല ശ്രീരാ കനകമകുട മരഗജ മണിലോല ഹാര ദശരഥ ബാല ശ്രീരാ കല്യാണ രാമ രഘുരാമ രാമ കനകമകുട മരഗജ മണിലോല ഹാര ദശരഥ ബാല സീത കല്യാണ രാമ ആഗത സുരവര മുനിജന സജ്ജന അഗണിത ജനഗണ ഘോഷിത മംഗള 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 രാഘവ രാമ രാമ രാഘവ രാമ രഘുരാമ രാമ രാഘവ രാമ രഘുരാമ രാമ 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 രാഘവ രാമ രഘുരാമ രാമ രാഘവ രാമ രഘുരാമ രാമ ജനകജാരമണ മനോഹര സീതാ ജനകജാരമണ മനോഹര സീതാ കല്യാണ രാമ രഘുരാമ രാമ കല്യാണ രാമ 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 മനോഹരമായിട്ടുള്ളൊരു കിഡിലെ ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് ആണ് കൊച്ചു ടിവിയുടെ കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിച്ചത്. അപ്പോൾ അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ടീച്ചറെ നമസ്കാരം. നമസ്കാരം ടീച്ചർ, ഇത് ഏത് ഈണമാണ്, ഏത് മ്യൂസിക്കാണ് ചെയ്തത്? ഇതൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ കർക്കിടക മാസം ആയതുകൊണ്ട് ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശ്രീരാമ സ്തുതിയാണ് അല്ലേ? അതെ, അതെ. ഒന്ന് ചുരുക്കി. അതെ, ശ്രീരാമ പട്ടാഭിഷേകമാണ് കാണിച്ചത്. ആണല്ലേ? ഓക്കെ, അടിപൊളിയായിരുന്നു. എന്തായാലും ഒരു പെർഫോമൻസ് വളരെ രജിസ്റ്ററായി. അവരുടെ എക്സ്പ്രഷൻ ആകട്ടെ, എടുത്തു പറയേണ്ടത് അവരുടെ കോസ്റ്റ്യൂമിനോട് കാണിച്ച ഒരു ആത്മാർത്ഥ, കോസ്റ്റ്യൂം ആകട്ടെ, മേക്കപ്പ് ആകട്ടെ, ഒക്കെയും നല്ല ക്ലിയർ ആയിരുന്നു. ചുമ്മാ വന്ന് ഒരു പരിപാടിക്ക് വേണ്ടി ചെയ്തതുപോലെ അല്ല, ആത്മാർത്ഥമായിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിനൊരു പ്രൊഫഷണാലിറ്റി ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കാണുന്നു, അംഗീകരിക്കുന്നു, ആശംസിക്കുന്നു. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് പഠിപ്പിച്ച ടീച്ചേഴ്സിനെ പരിചയപ്പെടാം. ടീച്ചറിന്റെ പേര്? എന്റെ പേര് ആശ. എന്റെ അമ്മ ഡാൻസ് ടീച്ചറാണ്. ശിവശക്തി നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട്. അടിപൊളി. അപ്പൊ എന്റെ അമ്മയാണിത്. സാവിത്രി എന്നാണ്, സാവിത്രി രാമേന്ദ്രൻ എന്നാണ് പേര്. അമ്മയുടെ സ്റ്റുഡന്റ് ആണ് ഇവര്. പിന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ഞാൻ പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ചുവടുകളൊക്കെ ടീച്ചറാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സാവിത്രി ടീച്ചറാണ് പഠിപ്പിച്ചത്. സാവിത്രി മേഡം ആണ് ആ മൈക്കിഞ്ഞു വന്നത്. അപ്പൊ ഞങ്ങള് ഇനിയിപ്പോ വേറെ ആരും വേണ്ട ഞങ്ങൾക്ക്. ഓക്കെ. ടീച്ചറെ, എത്ര വർഷമായിട്ട് ഈ നൃത്ത മേഖലയിലുണ്ട്? ഞാൻ 45 വർഷത്തെ നൃത്താധ്യാപിക പരിചയമുണ്ട്. കയ്യടി അവിടെ.
ഈ സ്കൂളിൻ്റെ തുടക്കം മുതൽ, അതായത് സെൻറ്റ് ഗ്രിഗോറിയസിൻ്റെ ആദ്യ തുടക്കം മുതൽ ഞാനിവിടെ ഉണ്ട്. ഉണ്ടല്ലേ? സ്കൂളിന്റെ ഒരു ഭാഗമാണ്. ഒരു ഭാഗമല്ല, ഫുള്ള് ഭാഗമാണ് ആണല്ലേ? ആ ആത്മാർത്ഥമായ ഒരു അല്ലേ, ആ കാര്യം കേട്ടപ്പോൾ തന്നെ വലിയൊരു സന്തോഷം. അപ്പോൾ ഈ അധ്യാപകരുടെയൊക്കെ ഒരു ചുറുചുറുക്കാണ് കുട്ടികളുടെ ഈ ഒരു മികവിന് കാരണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ പ്രകടനത്തിന് ഒരു സ്നേഹ സമ്മാനമുണ്ട്. ആ സമ്മാനം നമുക്ക് അവരുടെ അധ്യാപികമാരെ ഏൽപ്പിക്കാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ടീച്ചേഴ്സും കുട്ടികളും എല്ലാം ഒരുമിച്ച് വാങ്ങിക്കോ. അങ്ങോട്ട് നോക്കിയേ. ഹായ് കൂട്ടുകാരെ, ഇപ്പൊ നമ്മളുള്ളത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ സെന്റ് ഗ്രിഗോറിയസ് സ്കൂളിലെ KG സെക്ഷനിലെ കൂട്ടുകാർക്കൊപ്പമാണ്. നമ്മളെ കാണാൻ വേണ്ടി സിംഗു അവരെങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനുശേഷം വേണം നമുക്ക് നേരെ സെൻട്രൽ സ്കൂളിലോട്ട് പോകാനായിട്ട്. ഇന്ന് ബാക്ക് ടു സ്കൂളിൽ കുറേ പരിപാടികൾ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ താരങ്ങൾ. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് ഓരോന്നായിട്ട് കാണാം അല്ലേ? നേരെ പ്രോഗ്രാമുകളിലേക്ക്. കൊച്ചി TV പ്രസൻസ് ബാക്ക് ടു സ്കൂൾ പ്രൊവൈഡ് ബൈ അക്വാസ്റ്റാർ വാട്ടർ ഫോർ ലൈഫ്. മഴവെള്ളപ്പാത്തികൾ മറ്റെല്ലാം ചുമ്മാ. ആഘോഷങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ടീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോസ്റ്റ്യൂം കണ്ടിട്ട് ഡാൻസ് ആണോ പാട്ടാണോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം നേരത്തെ ഫിദയും ദീപികയും ഇതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി തന്നു. ഇതിപ്പോ എന്താണ് പെർഫോമൻസ്? ഡാൻസ് ആണല്ലേ? എന്താണ് ലാലേട്ടൻ? അയ്യോ, ഡാൻസ് ആണോ? ഡാൻസിലേക്ക് റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണെന്ന് പറഞ്ഞോ. മോളുടെ പേരെന്താ? നവമി. നവമി. നവമി, ഏത് പാട്ടിനാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്? കുറെ പാട്ട്, ഒരു മിക്സാ. മിക്സ്ഡ് സോങ്, ഒരുപാട് പാട്ടുകൾ ചേർത്ത് ഒരു അടിപൊളി സെറ്റ് ചെയ്തോണ്ട് വന്നേക്കോ അല്ലേ? അപ്പൊ കൊച്ചിറ്റിയുടെ കൂട്ടുകാർ കാത്തിരിക്കുകയാണ് പെർഫോമൻസ് കാണുവാൻ വേണ്ടി. നേരെ ഡാൻസിലേക്ക്. ചോദിക്കണെന്താണെന്നറിയോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാട്ടില് പറ്റും. ദിനേശ, അതിമോഹമാണ് അതിമോഹം. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ? ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ഈശോ മിശിഹായിക്ക് സ്തുതി. ഹൈപ്പ് കേറി കേറി എങ്ങോട്ടീത്? ഹൈപ്പ് കേറി കേറി എങ്ങോട്ടീത്? വെച്ച് മേലോട്ടിത് നാട്ടാക്കെ തീപ്പാറും മാട്ടം ഇത്.
പോൽ തെറിക്കണടാ വാടാ അടിഞ്ഞാട്ടം അടിഞ്ഞാട്ടം കൊലത്തൂക്കിൻ അടിഞ്ഞാട്ടം മിനമിനുങ്ങ പോലെൻ കൺകൾ മിനമിനുങ്ങ പോലെ വെൺചന്ദ്രിക ചാർത്തിയ ജോഡികൾ വെൺചന്ദ്രിക ചാർത്തിയ She put up a show. I let some of this, baby, I gotta go. I won't lie and tell you that I'll take it slow, but tonight no bites, 'cause the wife will know. മിനമിനുങ്ങ പോലെൻ കൺകൾ മിനമിനുങ്ങ പോലെൻ കൺകൾ വെൺചന്ദ്രിക ചാർത്തിയ ജോഡികൾ വെൺചന്ദ്രിക ചാർത്തിയ ജോഡികൾ എന്നഴകൻ പൊന്തിടമേലേ ഈ ജനമഴയും നീരാണ് മതിമോഹനമല്ലേ എന്റെ പൂമേനി എന്റെ പൂമേനി കന്നി പൊന്നിൻ പാവൈവൾ കന്നി പൊന്നിൻ പാവൈവൾ കന്നി പൊന്നിൻ പാവൈവൾ കന്നി പൊന്നിൻ പാവൈവൾ അഴകിന്റെ മരീചിക ഈ ഭൂമി മരീചിക ഈ ഭൂമി മരീചിക ഈ ഭൂമി കന്നി പൊന്നിൻ പാവൈവൾ കന്നി പൊന്നിൻ പാവൈവൾ കന്നി പൊന്നിൻ പാവൈവൾ കന്നി പൊന്നിൻ പാവൈവൾ കരള് കഴുത്തിൽ കഴക ചിലങ്ക കെട്ടിക്കേളി കൊടു കുടുങ്ങി നീ പറയുന്ന പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം തിരുമുന്നിലായി പതുമുന്നിതാ മടിക്കുന്നിതാ നിന്റെ താളത്തിൽ തുള്ളാൻ അംശമായി തീരാനേ പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം டேய் கஞ்சா குடுக்கி பாட்டு போடுறா എന്റെ പൊന്ന്, എന്താ എനർജി, എന്താ ഒരു പെർഫോമൻസ്, ഗംഭീര പെർഫോമൻസ്. എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കുട്ടികൾ വേദിയിലുണ്ട്. സാധാരണ ഒരു 5 കുട്ടികൾ 6 കുട്ടികൾക്ക് മേളിലേക്ക് വരുമ്പോൾ നമുക്ക് മാസ്കിങ് അനുഭവപ്പെടും, മാസ്ക് ആവും പലരും. പക്ഷെ ഇതിപ്പോൾ 16 കുട്ടികൾ 17 പേര് ഒരുമിച്ച് ഒരു സ്റ്റേജിൽ നിന്നിട്ട് അനാവശ്യമായ ഒരു മാസ്കിങ്ങും ഉണ്ടായില്ല. കൃത്യമായ ഫോർമേഷൻ, അടിപൊളി എനർജി. അത് തന്നെയാണെങ്കിൽ അവരുടെ കൊറിയോഗ്രാഫി എനിക്ക് ഭയങ്കരമായിട്ട്, അവരുടെ എക്സ്പ്രഷൻ. അതുപോലെ എടുത്തു പറയേണ്ടത്, ഒരു കുഞ്ഞിനെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗിലൊക്കെ ലിപ്പൊന്നും തെറ്റാതെ കൃത്യമായ ടൈമിങ്ങിൽ അതൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രൊഫഷണലായിട്ടുള്ള ആളുകളിൽ മാത്രമേ കാണുന്നുള്ളൂ. സോ അത് ഗംഭീരമായി, അത് ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഈ കുട്ടികളെല്ലാവരും സെലക്ട് ചെയ്ത് നോക്കുക. പിന്നെ അതിലെടുത്തു പറയേണ്ടത് നമ്മുടെ ലാലേട്ടനെ സെലക്ട് ചെയ്തത്. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് ഡാൻസ് ചെയ്യുമെന്ന്. വളരെ കൂളായിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. അത്രയും നേരം റേഞ്ചിൽ നിന്ന പെൺകുട്ടികളൊക്കെ ഒരു സൈഡിലോട്ടൊക്കെ മാറി. ചെക്കൻ വന്ന് 2 സ്റ്റെപ്പ് ഇട്ടപ്പോഴത്തേന്. പൊന്നിന്റെ പേരെന്താ? പ്രത്യക്ഷ്.
എനിക്ക് വയ്യ. ഒരു നല്ല കൈയ്യടി കൊടുത്തു എല്ലാവരും. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളെ അവരെ പരിശീലിപ്പിച്ച അവരുടെ അധ്യാപകൻ നമ്മുടെ കൂടെയുണ്ട്. സാറിന്റെ പേര് ഹരീഷ്. സെന്റ് ഗ്രിഗോറിയസിലെ കൂട്ടുകാരൊക്കെ ഓരോ പെർഫോമൻസുമായിട്ട് വരുമ്പോൾ നമ്മളെ അങ്ങ് ഞെട്ടിക്കുവാണല്ലോ സാറേ. സാറ് ഇവിടുത്തെ ഡാൻസ് അധ്യാപകനാണോ? അപ്പൊ ഇവിടെ എത്ര അധ്യാപകരാണുള്ളത്? എനിക്ക് ഡാൻസിന് തന്നെ ഒരു 10-15 പേര്, എല്ലാത്തിനും അങ്ങനെയാണോ? അപ്പൊ എത്ര പേരുണ്ട്? ശരിക്കും ഞെട്ടിപ്പോയല്ലോ. സാർ എത്ര വർഷമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നു? ഈ വർഷം ജോയിൻ ചെയ്തേ ഉള്ളൂ. കളയണ്ടോ, നമുക്ക് ആവശ്യം വരും കേട്ടോ. സാറ് ഏതൊക്കെ ഐറ്റംസുള്ള പഠിപ്പിക്കാറുള്ളത്? ഇല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാം ഒന്ന് മുന്നിലോട്ട് വന്നു. ഡാൻസിൽ മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ല, ഞാൻ പിന്നിലുള്ള പരിപാടികളുള്ളൂ, ക്യാമറയുടെ മുന്നിലേക്ക് ഇല്ലാന്നാണ് വന്നപ്പോൾ തന്നെ സാറ് പറഞ്ഞത്. എന്നാലും ചോദിക്കാം, പറ. ഞാൻ കൊറിയോഗ്രാഫി ഏതൊക്കെ ഐറ്റംസുകൾ ചെയ്യുന്നുണ്ട്? ഞാൻ ഐഡിയ സ്റ്റാർ സിംഗിന്റെ കൊറിയോഗ്രാഫറായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗിന്റെ കൊറിയോഗ്രാഫറായിട്ടാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ സത്യത്തിൽ ഞാൻ കൊറിയോഗ്രാഫി ചെയ്യാത്ത ഐറ്റങ്ങളില്ല. ഇല്ല, അങ്ങനെ പറയാം. പല ഐറ്റംസ്. പാട്ടുകൾ തന്നാൽ മതി, ഏത് പാട്ടിനും ചുവട് ഇടുവാൻ സാർ റെഡിയാണ്. സോ അതാണ് ആ മികവ്, ആ ഒരു കോൺഫിഡന്റിന് നിറഞ്ഞ കയ്യടി എല്ലാവരും ചേർന്ന് സമ്മാനിക്കാം. അത് മാത്രമല്ല, ഈ മനോഹരമായ പ്രകടനത്തിന്, ഒരു എനർജറ്റിക് പ്രകടനത്തിന് സിംഗു ചോദിച്ചില്ലല്ലോ എങ്ങനെയുണ്ട്? അദ്ദേഹം ഹാപ്പിയാണ്. അപ്പൊ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല. ഈ കിഡിലോസ്കി പെർഫോമൻസിന് ഒരു സ്നേഹ സമ്മാനം നൽകുകയാണ് എല്ലാവർക്കും കൂടെ വേണ്ടി. സൂപ്പർ! Once again, congratulations guys. കൊച്ചി ടി വി പ്രസൻസ് ബാക്ക് ടു സ്കൂൾ പവേഡ് ബൈ അക്വാസ്റ്റാർ വാട്ടർ ഫോർ ലൈഫ്. മഴവെള്ളപ്പാത്തികൾ മറ്റെല്ലാം ചുമ്മാ. ആഘോഷങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ കൂടെയുള്ളത് കുട്ടികളാണ് കേട്ടോ. ഇവിടുത്തെ കൊച്ചു കുട്ടികൾ, ഈ സ്കൂളിലെ കുട്ടികൾ അല്ലേ? ആണോ? അല്ല, അവരുടെ പ്രിയപ്പെട്ട അധ്യാപികമാരാണ്. ഹായ്. എല്ലാവരും നല്ല നിറഞ്ഞ ചിരിയാണല്ലോ. എന്ത് പെർഫോമൻസ് ആണ്? പാട്ടാണോ ഡാൻസ് ആണോ? ഡാൻസ് പെർഫോമൻസ് അല്ലേ? ശരി, ഏത് പാട്ടിനാണ് ഡാൻസ് ചെയ്യുന്നത്? മിക്സഡ് സോങ്ങാ. ഏതാണ്ടൊക്കെ കരുതിക്കൂട്ടി കണക്കൂട്ടി വന്നതുപോലെ ഉണ്ടല്ലോ. ഞങ്ങളുടെ പിള്ളേര് പൊളിയല്ലായിരുന്നു? അതെ, അടിപൊളിയായിരുന്നു. അതിനേക്കാളും പൊളിയായിരിക്കും. അങ്ങനെയാണല്ലേ? അടിപൊളി. അവര് കുട്ടികൾ സൂപ്പറാണ്. അവരുടെ പരിശീലകരും അവരുടെ അധ്യാപികമാരും അതിലേറെ അടിപൊളി ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ, നേരെ പെർഫോമൻസിലേക്ക്. കുഴി കണ്ടപ്പോ അടിവയറ്റിലും മഞ്ഞുള്ള രാത്രി, നിന്റെ ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി. കരിമിഴിയുള്ള കളവാണി, കൂന്തല് കണ്ടപ്പോ കണ്ണന്ന് ഉടക്കി. ചിരിക്കല പെണ്ണെ കല്യാണി, നിന്റെ മാറത്തെ പുള്ളി എന്നെ നീ കുടി. നിന്റെ കണ്ണിലെ നിറം കണ്ട്, കയ്യിലെ വള കണ്ട്, കാലിലെ കുലിച്ചിട്ട് എന്നെ നീ കുടുക്കി. അരയിലെ അരഞ്ഞാണം മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണപ്പൊട്ടി ഒഴുകുമ്പോൾ നോക്കല്ലേ നീ ഒരു തീ. നോട്ടത്തി മുന്നെ കൊണ്ട് ചങ്കത് പെടക്കണ്, നോക്കല്ലേ നീ ഒരു തീ. ലാട്ടി നിനക്കെന്ത് പേടി, കഥ കടിച്ചോടി അടുത്ത് നീ മനത്തിനുള്ളക്ക് ഇന്നല്ലോ കല്യാണം കല്യാണം. തൊഴികൾ കരകൾ കാതിൽ പറഞ്ഞല്ലോ, കിന്നാരം നടത്തി
കൂന്തൽ തലമുടി കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായ. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ ഹെറിഡിറ്ററി. ഏയ് ആ എണ്ണ ഞാൻ തേക്കില്ല. നല്ല കാശ് എണ്ണ തേക്കണത്. எத்தனை சொப்பனம் உன்னா சேர்த்து ராவ பார்த்து விக்கிறேன்னு இந்த ராத்திரி பார்த்து விக்கிறேன்னு ஜொரமானே ரெண்டா காமத்துல கட்டண சூடா பக்கா கிராக்கா வைக்கத்து கட்டிவா வச்சு தவள அடிக்க பவள மல்லிய கட்டிக்கவா பவள மல்லிய கட்டிக்கவா நான் ராணி ரெட்டாடி கூட விட்டு கராடி கடலா உள்ள ஒட்டி நடப்பே தாவுதி வாதி ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ நள்ளிரவு விடியும் மட்டும் പെർഫോമൻസ് പലത് കണ്ടു. പക്ഷെ അവരെക്കാളൊക്കെ കൂടുതൽ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് ഇവരെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണപരീക്ഷയൊക്കെ വരാൻ പോവുകയാണ്, നമുക്കറിയാം. അതിനൊക്കെ പോർഷനൊക്കെ തീർക്കണം. അതിനിടയ്ക്കാണ് പഠിപ്പിക്കുന്നതിനെയും കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നതിനിടയ്ക്കാണ് അവർക്ക് ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഗ്യാപ്പ് കിട്ടുന്നത് ഡാൻസ് പഠിക്കാൻ. ആ ഗ്യാപ്പിൽ അവർ ഈ മികവേറിയ രീതിയിൽ ഈ പെർഫോമൻസ് സെറ്റാക്കി എടുക്കുക എന്ന് പറയുന്നത് അത് കാണാതെ പോകുന്ന കാര്യമല്ല. അവരുടെ ആ ഒരു ആത്മാർത്ഥതയ്ക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യണമെങ്കിൽ ഒരു ആത്മാർത്ഥത വേണം, എങ്കിലേ അത് ചെയ്യാൻ പറ്റൂ. എല്ലാവരും തന്നെ, ഒരാൾ അല്ലാതെ എല്ലാവരും തന്നെ ഗംഭീരമായിട്ട് നല്ല എനർജി ആയിട്ട് നല്ല ഫോർമേഷൻ, നല്ല ടൈമിങ് എന്ന് വേണ്ട കോമഡിയൊക്കെ ബിന്ദു പണിക്കറിൻ്റെ തമാശയൊക്കെ ആ ഹെഡിറ്ററി എങ്ങനെ അത് ചെയ്തപ്പോഴൊക്കെ എനിക്കിന്ന് ചിരിയാ വന്നത്. എന്ത് മനോഹരമായിട്ടായിരുന്നു അവതരണം ശരിക്കും. അപ്പോൾ ഈ ഗംഭീരമായ പെർഫോമൻസിനൊരു സ്നേഹ സമ്മാനം കൂടിയുണ്ട്. നിങ്ങളെല്ലാവരും ഡാൻസ് ടീച്ചേഴ്സ് അല്ലല്ലോ അല്ലേ? ഇവിടുത്തെ സബ്ജക്റ്റുകളൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരല്ലേ? എനിക്ക് വയ്യ. ഇവിടെ ആരൊക്കെ നിന്ന് ഐശ്വര്യ ടീച്ചറൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് പാട്ട് പാടിയിട്ടുള്ള ആരുണ്ട്? കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടിയിട്ടുള്ള ആരുണ്ട്? പറഞ്ഞു പേര് പറ. ആശ ടീച്ചർ പിന്നെ നൃത്താധ്യാപികയാണ്, വലിയൊരു കലാകാരിയുടെ മകളാണ്. അപ്പോൾ 2 വരി പാട്ടുകൂടി പാടിക്കൊണ്ട് പോവാ അല്ലേ? ശരി. ആശ ടീച്ചറിന്റെ ആ കോമഡി എങ്ങനെയായിരുന്നു? ബിന്ദു പണിക്കന്റെ ആ മുടി വെച്ചിട്ടുള്ള നന്നായിരുന്നു കേട്ടോ. ശരി, അപ്പൊ പാടാം. ഈ വർണ്ണസുരഭിയ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ,
സ്വർണ്ണമരാളങ്ങളുണ്ടോ വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? അടിപൊളി. ആശ ടീച്ചർ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. എന്താ ശബ്ദം, മനോഹരമായ ശബ്ദം. കാമുക ഹൃദയങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു കോളേജിൽ എപ്പോഴും പഠിച്ചപ്പോൾ പാടിയതാവും. ശരി, അടുത്ത ഒരാൾ കൂടി ഒരു പാട്ടുകാരിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അദ്ദേഹത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ടീച്ചറിന്റെ പേര് ഫേബ. ഫേബ. അപ്പൊ കുട്ടികൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു പാട്ടൊന്ന് പാടിക്കട്ടെ. ഏത് പാട്ടാ? അടിക്കും. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്റെ അരുവസഹിത നദര കാണ്ടിയോ ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാരിവൻ ലാവണ്യമേ. വാവ്, നിങ്ങളൊക്കെയും കില്ലാടികൾ തന്നെ, സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ ഈ മനോഹരമായ പ്രകടനത്തിന് ഒരു സ്നേഹ സമ്മാനം കൂടിയുണ്ട്. മധുര സമ്മാനം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി നമുക്ക് ആദ്യം നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ കൈ കൊടുക്കുക. ഇനിയിപ്പോ അല്ലെങ്കിൽ അവർക്ക് എന്തോ ആരെ പറഞ്ഞോ ആരെ അവരെ ഡാൻസ് പരിശീലിപ്പിച്ച അധ്യാപകൻ ഇവിടെ ഉണ്ട്. അവരുടെ ഡാൻസ് സാർ, നമ്മുടെ ഹരി സാർ അല്ലേ? ഹരി സാറിനെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയടി എല്ലാവരും ചേർന്ന് പടക്കപ്പെടുന്നത്. ഓക്കെ, എല്ലാവിധ ആശംസകളും. കൊച്ചി ടി വി പ്രസൻസ് ബാക്ക് ടു സ്കൂളിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂളിൻ്റെ എല്ലാമായ ഫൗണ്ടർ, ചെയർമാൻ. സാറിൻ്റെ പേര്? ഡി ജോർജ് കട്ടൂർത്തറയിൽ. ഓക്കെ, അപ്പോൾ സാറേ ഒരു കാര്യം, ഇപ്പോൾ സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂളിനെ പറ്റി കൊച്ചി ടി വിയുടെ കൂട്ടുകാർക്കൊന്ന് അറിയണമെങ്കിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? അതിലാദ്യമായിട്ട് 17 കുട്ടികളുമായിട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നത്. അതിലൊരാൾ എൻ്റെ മക്കളായിരുന്നു, ജെംസി ജോർജ്. ഇന്ന് ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ അവർ കുടുംബസമേതം. അത് വളർന്നു പന്തലിച്ചു. ഇന്ന് ഈ അക്കാഡമിക് ഇയർ ആകുമ്പോൾ 1500 പരം വിദ്യാർത്ഥികളും 170 പരം ജീവനക്കാരും ഉള്ള ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ വലിയ ഒരു സരസ്വതി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. സ്കൂള് 10 വർഷം പൂർത്തിയാക്കിയപ്പോൾ 2 വീട് വെച്ച് കൊടുക്കുകയും 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ 4 നിർധന പെൺകുട്ടികളുടെ വിവാഹം ഈ വേദിയിൽ വെച്ച് ഈ പരിസരത്ത് വെച്ച് തന്നെ നടത്തുകയും ചെയ്താനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അതിനുള്ള അവസരം ജഗദീശ്വരൻ നമുക്ക് തന്നു. അത് അഭിമാനത്തോടെ കാണുകയാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആ സേവന രംഗത്തും എൻ്റെ കുഞ്ഞുങ്ങൾ തയ്യാറാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ വളപ്പിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇന്നിവിടെ ഇപ്പോൾ കൊച്ചി ടി വിയുടെ ബാക്ക് ടു സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത് അവർ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂളിൻ്റെ പേരിൽ ഊഷ്മളമായ സ്വാഗതവും ആശംസകളും നടന്നുകൊണ്ട് ഇവിടെ എന്നെ കിട്ടിയ അവസരം എല്ലാ ഭാഗങ്ങൾ കൊണ്ടും എല്ലാം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സ്ഥാപനത്തിൻ്റെ കാവൽ പിതാവായ പെരുമല തിരുമേനിയിൽ അഭയപ്പെട്ടുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സാറേ, ഈ ആത്മാർത്ഥത, ഈ ചുറുചുറുക്ക് എവിടെ നിന്ന് കിട്ടി? ഞാനൊരു കലാകാരനായതുകൊണ്ടാണ്. എനിക്ക് തോന്നി കലാകാരനാ. എന്തായിട്ടാണ്? സിനിമാ മേഖലയിലെല്ലാം അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും കലാകാരരെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസം മാത്രം എല്ലാ മേഖലയിലും കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് വന്നത്. അതുകൊണ്ടാണ് ഈ സ്കൂൾ എല്ലാ തരത്തിലും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അധ്യാപകരായാലും ഈ സ്കൂളായാലും പേരൻസ് ആയാലും എല്ലാ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് ഈ വിജയം. ഓക്കെ, താങ്ക് യു. രതീഷേട്ടൻ്റെ മകനാണ് നേരത്തെ ലാലേട്ടനായിട്ട് വന്നൊരു കലക്കിയതല്ലയോ? കലാകാരൻ്റെ മകനാണെന്നുള്ളത് ഇപ്പോൾ ഓക്കെ റെഡിയായി. ശരി, ഡയറക്ടർ സാറിന് എന്താണ് പറയാനുള്ളത്?
ഇന്ന് ഒത്തിരി സന്തോഷം. കൊച്ചുരുവിയുടെ ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം ഇന്ന് നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തതിന് ഒത്തിരി സന്തോഷം. പിന്നെ ഞങ്ങളുടെ രതീഷ് സാറിനും, കാരണം സാറാണ് ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഇവൻറ്റ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്കൂൾ അതിന് ഒരുങ്ങുകയും അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്ത് സാറാണ്. സാറിനും അതായത് PTA ഒരു സപ്പോർട്ടിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു, ആ ഒരു കോർഡിനേറ്റ് ചെയ്തതിന്. പിന്നെ ഇതൊരു ടീം വർക്കാണ്. സെൻറ്റ് ഗ്രിഗോറിയസ് ഈസ് ഓൾവേസ് എ ടീം വർക്ക്. അത് ജോർജ് സാറ് തുടങ്ങി, ഞങ്ങളെല്ലാവരും ഇതിനൊപ്പമുണ്ട്. ഞങ്ങൾ ഈ ടീം പ്രിൻസിപ്പൽമാരാണ് ഈ മുമ്പിലുള്ളത്. ഞങ്ങളുടെ പുറകിലായിട്ട് ഒത്തിരി കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ആൻറ്റിമാരുണ്ട്, കണ്ടക്ടേഴ്സ് ഉണ്ട്. ഒത്തിരി ഒരു 180 പരം സ്റ്റാഫുള്ളൊരു കുടുംബമാണ് സെൻറ്റ് ഗ്രിഗോറിയസ്. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ വിജയമാണ് സെൻറ്റ് ഗ്രിഗോറിയസിൻ്റെത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല സ്കൂളുകളിൽ ഒന്നായി മാറുക എന്നുള്ളതാണ്. അതിലോട്ടുള്ളൊരു യാത്രയിലാണ് സെൻറ്റ് ഗ്രിഗോറിയസ്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക, ഞങ്ങളുടെ ഒരു അധ്വാനം തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ശരിക്കും വന്നില്ലായിരുന്നെങ്കിൽ സിംഗുവിന് ഒരു വലിയ നഷ്ടമായി പോലും അല്ലേ? ഈ ആത്മാർത്ഥമായ സ്നേഹം എന്നെ അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു അല്ലേ? എന്തായാലും ഈ ഒരു സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ വിജയമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ കാണേണ്ടത്. അതുമാത്രമല്ല, ഇവിടെ ഈ നാട്ടിലുള്ള പല ആളുകളുടെയും വിവാഹം നടത്തി കൊടുത്തു എന്നൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിനൊരു ആണല്ലേ 4 പേരുടെ അത് ചെറിയൊരു കാര്യമല്ല, അതിനൊരു വലിയ മനസ്സ് വേണം. അതെ, ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് കേൾക്കുന്നത്. ശരിക്കും എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. കൊച്ചു ടിവിയുടെ കൂട്ടുകാർക്ക് അതൊക്കെ ഒരുപാട് ഇഷ്ടമായി അല്ലേ? എല്ലാവിധ സപ്പോർട്ട് ഇനിയും ഉണ്ടാകും. അപ്പം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു.